ഇനി നമുക്ക് അമേരിക്കയിലെ ഡെനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ കഴിഞ്ഞ ദിവസമാണ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് വന്നത്. കഴിഞ്ഞ ബുധനാഴ്ച 24ന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ഫോണിലെത്തിയ ഒരു സന്ദേശമാണ് പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ്റെ രക്ഷാപ്രവർത്തനം തുടക്കമായത്. ഹാഷ്മി അത് അവസരത്തിന് ഉയരുകയും അതൊരു വലിയ വാർത്തയായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയും മാത്രവുമല്ല ഞങ്ങൾ പല നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. നടൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അമേരിക്കയിൽ താമസിക്കുന്ന മധു കൊട്ടാരക്കര, അതുപോലെ സർക്കാരിൻ്റെ ദൃഷ്ടിയിൽ സംസ്ഥാനത്ത് ഗവൺമെൻറ്, അങ്ങനെ എല്ലാവരും ഇടപെട്ട് എന്തായാലും അദ്ദേഹം ഒരു ബേസ് താവളത്തിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ ഷെയ്ഖ് ഹസൻ ഖാൻ നേരിട്ട് നമ്മോട് പറയും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവം. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ഷെയ്ഖ് ഹസൻ ഖാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറഞ്ഞത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഗുഡ് മോർണിംഗ് ഷെയ്ഖ് ഹസൻ ഖാൻ. താങ്കൾ 17,000 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമോ എന്ന ആശങ്കയുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ താങ്കൾ സുരക്ഷിതമാണെന്ന് അറിയുന്നു. ഇപ്പോഴെവിടെയാണ്? താങ്ക് യു സാർ. ഞാനിപ്പം ആങ്കറേജിലാണ്. ഇവിടെ ഗുഡ് ഈവനിങ് ആണ്. ഇവിടെ വൈകുന്നേരം 7:30 ആങ്കറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അലാസ്കയുടെ തലസ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഷെയ്ഖെ, പന്തളത്തിരിക്കുന്ന ഷെയ്ഖിൻ്റെ ഉമ്മ വല്ലാതെ വിഷമിച്ചു പോയി. ഉമ്മ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഉമ്മയുടെ കണ്ണീരൊക്കെ താങ്കളുടെ ബന്ധു കൂടിയായ ഹാഷ്മി താജ് ഇബ്രാഹിം വല്ലാത്ത വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടി നടക്കുകയായിരുന്നു ഹാഷ്മിയുടെ. എങ്ങനെയാണ് താങ്കളെ 17,000 അടി ഉയരത്തിന് താഴോട്ട് ഇറക്കുക? യുദ്ധവിമാനം അയച്ചാലോ എന്ന് വരെ ഞാൻ ചോദിച്ചു. മണ്ടത്തരമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഷെയ്ഖ്, ഈ 17,000 അടി ഉയരത്തിലേക്ക് ഒരു ഇന്ത്യൻ പതാക നാട്ടുകയും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി അങ്ങനെ പർവ്വതമുടിയിൽ ഒരു പതാക നാട്ടണം എന്നുള്ള ആഗ്രഹം പെട്ടെന്നുണ്ടായതാണോ? കുറേ കാലമായി മനസ്സിൽ സൂക്ഷിക്കുന്നതായിരുന്നു ഇങ്ങനെ ഗിരിശൃംഗത്തിലേക്ക് കയറണമെന്നുള്ളത്? സാറേ, ഞാൻ ഈ കൊടുമുടി 2023 കയറിയതാണ്. ഞാൻ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറി ആദ്യത്തെ മലയാളിയാണ്. പക്ഷെ നമ്മുടെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നത് പോലെ ഇത് ബെൻസിന്റെ കഥയല്ല, ഇത് ജോർജ് സാറിന്റെ കഥയാണ്. ജോർജ് സാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ആദ്യത്തെ ലേഡി മൗണ്ട് എവറസ്റ്റർ ഉണ്ട്. പുള്ളിക്കാരിയുടെ പേര് മുത്തവിൽ സെൽവി എന്നാണ്. പുള്ളിക്കാരിയുടെ 7th സമ്മിറ്റ് ആണ് ദനാലി. പുള്ളിക്കാരി എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഞാൻ ഈ മൗണ്ട് ദനാലിയിലേക്ക് ഈ 2025 പോകുന്നത്. മൗണ്ട് ദനാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൗണ്ടനാണ്. അതുകൊണ്ടാണ് ഈ മൗണ്ട് എവറസ്റ്റിൽ പോയവർ പോലും മൗണ്ട് ദനാലി പോകാത്തത്. ഏകദേശം ഒരു 50 കിലോ ലഗേജ് നമ്മൾ മിനിമം ഒരാൾ തൂക്കിക്കൊണ്ട് വേണം നമ്മുടെ ഈ മുകളിലെത്താൻ വേണ്ടിയിട്ട്. നമ്മൾ തൽക്കീത്തന എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്ന് ഒരു വിമാനം എടുത്ത് ബേസ് ക്യാമ്പിൽ ഇറങ്ങുക ചെയ്യുന്നത്. ആ ബേസ് ക്യാമ്പിൽ നിന്ന് ക്യാമ്പ് 1 വരെ നടക്കണം, ഒരു 10 മണിക്കൂർ. മൊത്തം ഐസിന്റെ മണ്ടയിൽ കൂടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ക്യാമ്പ് 2 എത്തണം, വീണ്ടും 10 മണിക്കൂർ. ക്യാമ്പ് 3 എത്തണം, 8 മണിക്കൂർ. ക്യാമ്പ് 4 ആണ് 14,000 അടിയുള്ള ക്യാമ്പ്. ഈ ക്യാമ്പ് 4 എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വെതറുള്ള ഒരു ക്യാമ്പാണ്. കാരണം അവിടെ ഒരു മലയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സൗത്ത് ഈസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞൊരു വിൻഡ് ഉണ്ട്. ആ വിൻഡ് ഈ ക്യാമ്പ്, ഞങ്ങൾ കുടിയൻ ക്യാമ്പിനാണ് ഈ വിൻഡ് കൂടുതലായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ക്യാമ്പ് 4 എത്തിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി 15-ാം തീയതി പോവാണ്. ഈ ജൂൺ 15-ാം തീയതി. ഇപ്പൊ 15-ാം തീയതി നല്ല വെതറുള്ള ദിവസമായിരുന്നു. ഇപ്പം മെയ് 15-ാം തീയതി ഞങ്ങൾ ക്യാമ്പ് 4 നിന്ന് ഒരു 30 കിലോ ഞങ്ങളുടെ പുറത്ത് ചുമന്നുകൊണ്ട് ക്യാമ്പ് 5 എത്തുന്നു. അവിടെ നമ്മുടെ ടെന്റ് നാട്ടുന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു. സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാൻ 12 മണിക്കൂർ എടുക്കും. അപ്പൊ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കരമായിട്ടും വെതർ ചേഞ്ച് ചെയ്യുന്നു. ദെനാലിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ദെനാലി ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ വെതർ എന്നാണ് പറയുന്നത്. ദെനാലിയുടെ മൊത്തം വെതർ സിസ്റ്റം അങ്ങനെ പറയുന്നത്. ഇത് ആർട്ടിക് സർക്കിളിനോട് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വെതറാണ്. അപ്പൊ ഞാൻ പുള്ളിക്കാരിയും കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഈ ക്യാമ്പ് 5 എത്തണം, മിനിമം ഒരു സേഫ്റ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്യാമ്പ് 5 എത്തുന്ന വഴിക്ക് പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സ് ആകുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഭയങ്കരമായിട്ടും തളർന്നു വീഴുന്നു. പുള്ളിക്കാരിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ സബ്മിറ്റ് ചെയ്ത ആൾക്കാരൊക്കെ തിരിച്ച് താഴെ ക്യാമ്പ് 5 വരും. അപ്പൊ ഞാനും പുള്ളിക്കാരിയും അവിടെ ഒരു മലമടക്കില് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ഞങ്ങളുടെ സ്ലീപ്പിംഗ് ബാഗിൽ കയറി കിടക്കുക ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്, പുറത്തെടുക്കാൻ പറ്റത്തില്ല. അതിഭയങ്കരമായിട്ടുള്ള തണുപ്പാണ്. വിൻഡ് അടിക്കും തോറും വിൻഡ് ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തണുപ്പാവും. അങ്ങനെ പുള്ളിക്കാരി തളർന്നു വീഴുന്നു. എനിക്ക് പുള്ളിക്കാരെ കൊണ്ട് തമിഴ്നാട്ടിൽ വന്നേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ എന്നെ നാട്ടുകാരെല്ലാവരും ഓടിച്ചിട്ട് അടിക്കും. എനിക്ക് പുള്ളിക്കാരി എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം. അപ്പൊ തിരിച്ച് ക്യാമ്പ് 5 ഞങ്ങൾ എത്തി. കുറച്ച് ആ ദിവസത്തെ രാത്രി കഴിഞ്ഞിട്ട് ഇപ്പൊ ക്യാമ്പ് 5 ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ശരിക്കും വെതർ ചേഞ്ച് ആയി. ഞങ്ങൾ അന്ന് താഴെ എത്തേണ്ടതാണ്. 2 ദിവസത്തെ ഭക്ഷണം കൊണ്ടാണ് ഞങ്ങൾ കയറിയത്. ക്യാമ്പ് 5 എത്തി. 16-ാം തീയതി വൈകുന്നേരം കുടുങ്ങി. 17-ാം തീയതി വൈകുന്നേരമായി. 18-ാം തീയതി ആയിട്ട് ഈ കാറ്റ് കുറയുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ സാറ്റലൈറ്റ് ഫോൺ എടുത്തിട്ട് പുറത്തിറങ്ങി നിന്നാലേ ഇതിന് റേഞ്ച് കിട്ടത്തുള്ളൂ. ഭയങ്കര തണുപ്പാണ്. ഒരു കയ്യിൽ സാധാരണ മൊബൈലിൽ നിന്ന് നമ്പർ നോക്കി വേണം മറ്റേ കയ്യിൽ അടിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഗ്ലൗസ് ഊരുമ്പോൾ തന്നെ എന്റെ കൈ ഫ്രോസ്റ്റ് ബൈറ്റ് വരുന്ന പോലെ ഭയങ്കരമായിട്ട് തണുക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു 10-20 പേരെ വിളിച്ചു. ആ ഒരു മലയുടെ മുകളിൽ നിന്നിട്ട് 17,000 അടി നിന്ന്
ഈ സാറ്റലൈറ്റ് ഫോൺ നമ്പറിൽ നിന്ന് വരുമ്പോഴേ ആൾക്കാർ സ്പാം നമ്പറാന്ന് വിചാരിച്ച് ജപ്പാനിൽ നിന്ന് വേറെ ജർമ്മനിയിൽ നിന്നൊക്കെ കാണിക്കുന്നത്. ഒരാളും എടുത്തില്ല. എന്റെ ഭാര്യ വരെ 2 പ്രാവശ്യം കട്ട് ചെയ്തു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കട്ട് ചെയ്തു, എന്റെ അച്ഛൻ കട്ട് ചെയ്തു, വിളിച്ചവരെല്ലാം കട്ട് ചെയ്തു. അവസാനം എടുത്തത് നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിമാണ്. എനിക്ക് എന്തോ ഭാഗ്യത്തിന് പുള്ളിക്കാരൻ എടുത്തിട്ട് പറയടാ എന്താ പ്രശ്നം ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ കേൾക്കുന്നില്ല. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു മെസ്സേജ് അയക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു, നമ്മൾ ഇന്നപോലെ ക്യാമ്പിൽ സ്റ്റക്കാണ്, 2 ദിവസത്തെ ഭക്ഷണമേ ഉള്ളൂ, ഞങ്ങൾക്ക് താഴേക്ക് വരണം, വേറെ ആർക്കും ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വിമാനം ഒന്നും വരത്തില്ല, അതുപോലൊരു കണ്ടീഷനാണ്. ഞാനൊരു സർട്ടിഫൈഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്താ പറയാ സർട്ടിഫൈഡ് ആളാണ്. നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടറിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. ഞാൻ എങ്ങനെയൊക്കെ വെതറായാലും ഒരു 4-5 ദിവസം കൊണ്ട് എനിക്ക് എവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ കൂടെ ഉള്ളത് ഈ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം എനിക്ക് പേടിയായിപ്പോയി. കാരണം പുള്ളിക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ താഴേക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വിളിച്ചപ്പോൾ ഹാഷ്മി പറഞ്ഞത്, ഹാഷ്മിക്ക് മെസ്സേജ് പാസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ആ ദിവസം തള്ളി നീക്കി. അന്നും ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റായിരുന്നു. അപ്പൊ അടുത്ത ദിവസം രാവിലെ 2 റേഞ്ചർമാർ വന്നിട്ട് അവർ ഇന്ത്യൻ കൗൺസിലിംഗ് ഇതുപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പുള്ളിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവർ കുറച്ച് ഫുഡും കുറച്ച് ഡീഹൈഡ്രേഷൻ മാറാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റേഞ്ചർമാരുടെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യത്തില്ല. കാരണം അമേരിക്കക്കാര് എന്താ പറയാ, മിനിമം ഒരു കൈ മുറിക്കുന്നോ കാല് മുറിക്കുന്നോ കേസ് അല്ലാത്തൊന്നും അവർ എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പോലും വിമാനം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വിട്ടു തരത്തില്ല. കാരണം നമുക്ക് ഇൻഷുറൻസ് വേണ്ടാത്തൊരു പർവ്വതമാണ് ദനാലി. ഗവൺമെന്റ് തന്നെ അവർ വിമാനം വിട്ടിട്ട് നമ്മൾ രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ക്രിട്ടിക്കൽ കേസിൽ മാത്രമേ അവർ വിമാനം വിടത്തുള്ളൂ. എനിക്ക് പുള്ളിക്കാരോട് എങ്ങനെയും പറഞ്ഞു. ഇപ്പൊ റേഞ്ചർമാർ വന്നു, പിന്നെ റേഞ്ചർമാരുടെ ബഹളമായിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തു. ആ സമയത്തേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കാറ്റൊന്ന് കുറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ 14,000 അടിയിലേക്ക് തിരിച്ചിറങ്ങി. ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ നടക്കേണ്ട സ്ഥലം ഞങ്ങൾ ഒരു 10-15 മണിക്കൂർ കൊണ്ട് ഇറങ്ങിയത്. പുള്ളിക്കാർക്ക് നടക്കാൻ വയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് 4 ഇന്ന് വിമാനം കിട്ടുന്നത് വരെ നടക്കണം. ഒരു നിമിഷം, ഷെയ്ഖിന് ഒരു പക്ഷേ ഷെയ്ഖ് ഈ 17,000 അടി ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് വളരെ വിഷമിച്ച ഒരാൾ കൂടി ടെലിഫോൺ ലൈനിൽ വരുന്നു. വേറെ ആരുമല്ല, ഷെയ്ഖിൻ്റെ ഉമ്മ ഷാഹിദ. അപ്പോൾ ഇപ്പോൾ ഉമ്മ എന്താണ്, ഉമ്മ ഈ കണ്ണ് തപ്പിയാൽ ഈ മലയുടെ മണ്ടേ കയറി പോകുന്ന ഈ മകനോട് ഉമ്മ എന്താ പറയുക? ഞാൻ എന്ത് പറയണേ, ഇനി മോൻ എന്ത് പറഞ്ഞാലും അവൻ മല കയറാൻ ഉദ്ദേശിച്ച മല കയറിയിരിക്കും. അവന് ഇനിയിപ്പോ അടുത്ത ഓഗസ്റ്റിൽ പോകാനിരിക്കുക. 25 മലയാളികളെയും കൊണ്ട് പോകാനിരിക്കുക. ഉമ്മയ്ക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, ഉമ്മയും കൂടെ കൂടെ വരുന്നു എന്ന് പറയുക. ഇനി ഞാനിവിടെ കൂടെ പോകാന്ന് വിചാരിച്ചിരിക്കുന്നേ. അതേ നടക്കത്തുള്ളത്. ഷെയ്ഖ് ഹസൻ ഇത് കേട്ടോണ്ടിരിക്കുക, മോനോട് നേരിട്ട് എന്താ പറയാനുള്ളത് ഉമ്മയ്ക്ക്? ഞാൻ ഇതേ പറയുള്ളൂ, എന്റെ മോൻ സുഖമായിട്ടിരിക്കുന്നില്ല, അത് തന്നെ സന്തോഷം. ഉമ്മ വല്ലാതെ പേടിച്ചു പോയി അല്ലേ? ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് അറിയാം സാറേ പുള്ളിക്കാരിക്ക്. ഉമ്മയോടൊന്ന് പറഞ്ഞാൽ ഉമ്മ കേട്ടോണ്ടിരിക്കുക. ഞാൻ എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. അപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ ജസ്റ്റ് പോയിട്ട് വരാമെന്നൊന്ന് പറയത്തേ ഉള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ മോൻ എവിടെ പോയാലും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ച് എന്റെ അടുത്ത് എത്തുമെന്നുള്ള. പക്ഷേ ഉമ്മ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. കരച്ചില്ല, അത് കാറ്റിന്റെ അകത്ത് പോയെന്ന് ഭയങ്കര വിഷമമായി പോയി സാറേ. ഞാൻ ഈ ഉമ്മായി വരെ സാറ്റലൈറ്റ് ഫോണിൽ വിളിച്ച പുള്ളിക്കാർ വരെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇല്ല, ചുമ്മാ പറയാ, ചുമ്മാ കട്ടൊന്നും ചെയ്തില്ല. ഏതോ നമ്പർ ഉമ്മയ്ക്ക് മനസ്സിലായില്ലെന്നാ പറയുന്നത്. ഉമ്മ ഏതോ അപകടം പിടിച്ച നമ്പറാന്ന് വിചാരിച്ച ഉമ്മ കട്ട് ചെയ്തെന്നാ പറയുന്നത്. അതല്ല ഒരു നമ്പർ എങ്ങാണ്ട് വന്നെന്ന് പറയാ, ടെൻഷന്റെ ഇടയ്ക്ക് എങ്ങാണ്ട് എടുക്കാൻ പറ്റിയില്ലെന്നാ തോന്നുന്നു. അതായിരിക്കും. ഉമ്മയ്ക്ക് എപ്പോഴാണ് ഈ ഒരു ആശ്വാസ വാർത്ത വന്നത്? എനിക്കൊന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞപ്പോഴാണോ ഉമ്മ അറിഞ്ഞത്? ഹാഷ്മി താജ് ഇബ്രാഹിമിനെ ഞാൻ വിളിച്ചപ്പോൾ, ഞാൻ ഡയറക്റ്റായിട്ട് വിളിച്ചപ്പോൾ ഹാഷ്മി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ടെൻഷൻ പിടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ മൊത്തം പറഞ്ഞെങ്കിൽ എനിക്ക് അത്ര വിശ്വാസം ആയില്ലായിരുന്നു സാറേ. ഈ ഷെയ്ഖിന് അവസാനം ഭക്ഷണം തികയാത്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പർവ്വതത്തിന്റെ മുകളിലൊക്കെ ഭക്ഷണമായിട്ട് വരാൻ അവിടെ ചായക്കടയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഉമ്മ അവിടെ ആ ദിവസമൊക്കെ പന്തളത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയോ? ഇല്ല, 2 ദിവസം കൊണ്ട് ഞാൻ ഭക്ഷണമേ ഇവിടെ വെച്ചില്ല, ഭക്ഷണം വെച്ചില്ലായിരുന്നു. അപ്പൊ ഇനി പിന്നെ ഉമ്മ ഒന്നും നോക്കണ്ട, ഈ ഷെയ്ഖിനൊരു മുന്നറിയിപ്പ്, ഒരു വാണിംഗ് കൊടുത്തരും ഉമ്മ. അത് ഞാൻ കൊടുക്കാതിരിക്കുക. ഇനി എങ്ങും പോവണ്ട, അത് പോയതൊക്കെ മതി, എന്റെ മോൻ എന്റെ അടുത്ത് ഇനി എങ്ങും പോകണ്ടെന്ന് പറയാതിരിക്കുക. പറഞ്ഞൊന്നും കേൾക്കത്തില്ല. ഉമ്മയ്ക്ക് അറിയാമല്ലോ, ചാക്കിട്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക ഓഗസ്റ്റിൽ പോകാനായിട്ട്. ഇനിയിപ്പോ ഓഗസ്റ്റിൽ പോയി എല്ലാം റെഡിയാക്കി വെച്ചേക്കും, എല്ലാം ചൂടാക്കി എല്ലാം റെഡിയാക്കി വെച്ചേക്കോ, ജാക്കറ്റും അതും ഇതും എല്ലാം കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുക, എല്ലാം ചൂടാക്കി റെഡിയാക്കി വെച്ചേക്കും അത് കൊണ്ടുപോകാനായിട്ട്. ഉമ്മ കൂടെ പോകാൻ സാധ്യതയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും പോകണം എന്ന് വിചാരിച്ചിരിക്കും. ഇനി പോകുന്നിടത്ത് തീർച്ചയായിട്ടും പോകണം, അതാ ആഗ്രഹം. അവൻ എന്നെ കൊണ്ടുപോകാൻ ഞാൻ പോകാനിരിക്കും സാറേ. ഷെയ്ഖിന് അത് തന്നെ വേണം. ഷെയ്ഖെ, ഉമ്മയോട് എന്താ പറയുന്നത്? സമാധാനമായിട്ടിരിക്കാനുള്ള ഒരു വാക്ക് പറഞ്ഞു, ഉമ്മ കേട്ടോണ്ടിരിക്കില്ലേ?
സാർ അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോ കേട്ടോ, ഉമ്മയെ വിളിച്ച് ഈ കോളിൽ ചേർത്തത്. ഞാൻ വിളിക്കാൻ ഉമ്മയില്ലാത്ത എന്തൊരു തിരിച്ച് ചെന്നിട്ട് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അമ്മയ്ക്കൊരു പ്രശ്നമില്ല സാറേ, അമ്മയ്ക്കറിയാം ഞാൻ എങ്ങനെയൊക്കെ തിരിച്ചെത്തുന്നത്. ഓക്കെ ഉമ്മ, വളരെ സന്തോഷം. ഷെയ്ഖ് യഥാർത്ഥത്തിൽ ഈ പർവ്വതാരോഹകർക്കൊക്കെ തന്നെ ഷെയ്ഖ് ഒരു ശബ്ദമാണ്, ഷെയ്ഖ് ഒരു വഴികാട്ടിയാണ്. ഞാനന്ന് ഫ്ലവേഴ്സ് ഒരു കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ ഷെയ്ഖ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ഈ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് താഴെ ക്യാമ്പിലേക്ക് വരാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇത്രയും അടി ഉയരത്തിൽ ഒരു പതാക, ഇന്ത്യയുടെ ദേശീയ പതാക നാട്ടാൻ പോയ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മെമ്മറി ഉണ്ടാക്കുന്ന പതാക നാട്ടാൻ പോയ താങ്കൾ സുരക്ഷിതമായി താഴേക്ക് വരണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എന്താ പറയുന്നത്? അതോടെ നമുക്ക് ഈ ചെറിയ സംഭാഷണം അവസാനിപ്പിക്കാം. പിന്നെ നാട്ടിൽ വെച്ച് കാണാം, പന്തളത്ത് വെച്ച് കാണാം. പടവേടിച്ച് പന്തളത്ത് ഇല്ലുമ്പോൾ ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. സാറേ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിൽ സാധാരണ ഒരാൾക്കും എത്താൻ പറ്റാത്ത ഒരു സ്ഥലത്ത് 24 പോലെയുള്ള ഒരു ചാനലിന്റെ ഒരു വാർത്ത, അല്ലെങ്കിൽ അതുപോലെ ഒരു ആധികാരിക വാർത്തയുടെ പേരിൽ CM പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു, ഞങ്ങളുടെ ആന്റണി MP ജയശങ്കറിന് കത്തെഴുതുന്നു, പിന്നെ എനിക്ക് അറിയാത്ത ഒരുപാട് പേര് ഇടപെടുന്നു ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഒരാളെ തിരിച്ചെത്തിക്കാൻ വേണ്ടി. ഒരു മലയാളിക്ക് വേണ്ടിയിട്ട് ഇത്രയും പേര് പ്രയത്നിക്കുന്നത് കണ്ടപ്പോൾ തന്നെ സാറേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ സുരക്ഷിതനായിട്ട് എത്തി. പക്ഷെ ഇതുപോലെ ഈ മലയാളികളുടെ ഒരു കൂട്ടായ്മ എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച് കളഞ്ഞു സാറേ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് ഷെയ്ഖ് ഹസൻ ഖാനാണ്. 17,000 അടി ഉയരത്തിൽ ഒരല്പം നിസ്സഹായതയിൽ നിൽക്കുന്ന സമയത്താണ് 24 ഈ വാർത്തയിൽ ഇടപെട്ടത്. എന്നാലും വളരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഇറങ്ങി. ഈ ഷെയ്ഖ് ഹസൻ ഖാൻ നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ഒരു അടുത്ത ബന്ധു കൂടിയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ഈ വാർത്തയിൽ ഇടപെട്ടതും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാർത്തയിലേക്ക് വരാനും ഷെയ്ഖ് ഹസൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരുങ്ങിയത്. കേന്ദ്ര സർക്കാരും ഇതിൽ ഇടപെട്ടിരുന്നു. ഒരുപാട് മലയാളികളും ഈ കാര്യത്തിൽ ഇടപെട്ടു. താങ്ക്സ് ടു ആൾ.